നമസ്കാരം. വോയിസ് ഓഫ് മന്നാർജിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെടും. കഫപിത്തശമം ദുർവം ശ്രേഷ്ഠം വിരേചനം പരം സ്തംഭനം ശോണിതം ശീഘ്രം വൃഷ്യം ശുദ്ധം രസായനം. ഇത് കറുക എന്ന് നമ്മൾ അറിയപ്പെടുന്ന സസ്യത്തിൻ്റെ ഫലശ്രുതിയാണ്. പോയേസിയെ കുടുംബത്തിൽ ഉപകുടുംബമായ ഗ്രാമിനേസിയെ എന്ന കറുകയുടെ പേര് സെനഡോൺ ഡാക്ടോലിയോൺ എന്നാണ് ഇംഗ്ലീഷ് ശാസ്ത്രപ്രകാരം. ദുർവ, രൂഹ, അനന്ത, ഭാർഗവി, ശതവീര്യ എന്നിങ്ങനെ പല പേരുകൾ കറുകയ്ക്കുണ്ട്. കറുക പലതരത്തിലുണ്ട്. പ്രധാനമായും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ എന്നിങ്ങനെ ഔഷധങ്ങളെ പഴയ കാലത്ത് ബ്രാഹ്മണ മേൽക്കോയ്മ കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ബ്രാഹ്മണ വർഗത്തിൽപ്പെട്ടതാണ് ദുർവ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഹോമത്തിനും അർച്ചനയ്ക്കും യാഗത്തിനും ഒക്കെ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. മധുര കഷായ തിക്തരസവും സ്നിഗ്ധലഘു ഗുണവും ശീതവീര്യവും മധുര വിഭാഗവും വ്യാപന പ്രഭാവവും ആണ് അതിൻ്റെ ഗുണഗണങ്ങളായിട്ട് ഭാവപ്രകാശത്തിൽ പറയുന്നത്. നാഡീബലം നൽകുന്നതാണ് ഈ കറുക. കറുകയുടെ ഏറ്റവും ഗുണകരമായ ഒരു വസ്തുത എന്ന് വെച്ചാൽ ആദ്യം ചൊല്ലിയ ശ്ലോകത്തിൽ പറയുന്ന പോലെ സ്തംഭനം ശോണിതം, അതായത് രക്തപ്രവാഹം നിർത്തും. നമുക്ക് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാകുകയാണെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് കറുക പിഴുതെടുത്ത് സമൂലം വൃത്തിയായി കഴുകി ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് ധാര ചെയ്യുകയോ മുറിവിൽ ധാര ചെയ്യുകയോ അതല്ലെങ്കിൽ അത് ചതച്ച് മുറിവിൻ്റെ മുകളിൽ വെച്ച് കിട്ടുകയോ ചെയ്താൽ ഒരു 5 മിനിറ്റിനുള്ളിൽ രക്തപ്രവാഹം നിൽക്കും. പിന്നീടത് നാൽപ്പാമര കഷായത്തിൽ കഴുകി ആവശ്യമുള്ള മരുന്നുകൾ എന്തെങ്കിലും പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. പഴുക്കില്ല, ഡീകമ്പോസ് ചെയ്യില്ല, ബാക്ടീരിയ ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും വലിയ ഗുണം. പിന്നെ ഉന്മാദത്തിനും അപസ്മാരത്തിനുമൊക്കെ ഈ കറുകയുടെ നീര് വിധിപ്രകാരം വൈദ്യന്മാർ കൊടുക്കാറുണ്ട്. കറുക സമൂലം ഉണക്കി പൊടിച്ച ചൂർണം നസ്യം ചെയ്താൽ മൂക്കിൽ നിന്ന് ചോര വരുന്നത് നിൽക്കും. അതായത് രക്തസ്രാവം നിർത്താൻ ഉള്ള എല്ലാ നേരത്തെ സൂചിപ്പിച്ച മാർഗങ്ങൾ ഏത് തരത്തിൽ പ്രയോഗിച്ചാലും കറുകയ്ക്ക് ഗുണം കിട്ടും. മിക്കവാറും പച്ചമരുന്നുകളെല്ലാം ഉണക്കിയാൽ അതിൻ്റെ ഔഷധ ഗുണം പകുതിയോളം നഷ്ടപ്പെടും. എന്നാൽ കറുകയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഔഷധ ഗുണം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഉണക്കി പൊടിച്ച് വയ്ക്കാവുന്ന അപൂർവം ചില ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് കറുക. മൂക്കിൽ നിന്ന് ചോര വരുന്നതിനാണ് ഇത് നസ്യം ചെയ്യേണ്ടത്. ഈ പൊടി രക്തസ്രാവം നിർത്താൻ നല്ലതാണെന്ന് നേരത്തെ പറഞ്ഞു. പിന്നെ ഗണപതി, വിഷ്ണു, ശിവൻ എന്നിവരുടെ ഇഷ്ട സസ്യമാണ് കറുക. ബലിക്ക് കൊടുക്കുന്ന കറുക പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ദശപുഷ്പങ്ങളിൽ ഒന്നുമാണ്. കറുകയുടെ ഒരു വെറൈറ്റിയിലാണ് വെൺകറുക, വെളുത്ത കറുക. അതിൻ്റെ ഇലകളെല്ലാം വെളുത്തതായിരിക്കും. അതിന് വലിയ ഔഷധ ഗുണമാണ്. അത് വൃക്ഷ്യമാണ്. രസായന ചികിത്സയിൽ അത് ഉപയോഗിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പണ്ട് ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത്ര കാണാനില്ല. ഇതാണ് കറുകയെപ്പറ്റി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ എൻ്റെ ഈ ബ്ലോഗിൽ പലപ്പോഴും പല വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ പറയുമ്പോഴും ആവേശം കൊണ്ട് ചിലപ്പം അല്പം മോശപ്പെട്ട ഭാഷ്യം ഉണ്ടായി എന്നിരിക്കും. അത് ദയവായി എല്ലാവരും ക്ഷമിക്കണം. അക്ഷരത്തെറ്റ് സ്വാഭാവികം ആണല്ലോ. അത് ഒരു കുറവായി കാണാതെ എല്ലാവരും ക്ഷമിക്കണമെന്നൊരു അപേക്ഷയുണ്ട്. ഇപ്പോൾ ഇത്രമാത്രം. നമസ്കാരം. മന്നാർജി രാധാകൃഷ്ണൻ വൈദ്യർ, വോയിസ് ഓഫ് മന്നാർജി എല്ലാവരും കാണുക. എൻ്റെ ഫോൺ നമ്പർ 9447352982. റിട്ടയർഡ് ഫിസിഷ്യൻ, ആരോഗ്യ ഫാർമസി, കോയമ്പത്തൂർ ലിമിറ്റഡ്. നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണണം. വോയിസ് ഓഫ് മന്നാർജി കാണുക. അതിൻ്റെ ഈ ഫോർവേഡ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റ് ഉള്ളവരൊക്കെ അതിനെ പ്രേരിപ്പിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.